ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ട്രാവൽ ഏജൻസി എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ഒരു ട്രാവൽ ഏജൻസി? അപ്പോൾ ഒരു ട്രാവൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ഏജൻസിയാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ് എന്ന് പറയുന്നത് ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. അപ്പം ട്രാവൽ ഏജൻസി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓർഗനൈസേഷൻ ഇൻ ദ ടൂറിസം പ്രൈവറ്റ് സെക്ടർ ദാറ്റ് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ക്രൂഷ്യൽ റോൾ ഇൻ ദ എൻറ്റയർ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ടൂറിസം ഇൻ ദ കൺട്രി ഓർ അറ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ടൂറിസത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്, വിച്ച് മീൻസ് ദ എൻറ്റയർ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ടൂറിസം. രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ടൂറിസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏജൻസിയാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. ഓക്കെ, it is a travel agency which package and process all the attractions, access, amenities and ancillary services of a country and present them into the tourist. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ, ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട എല്ലാ അട്രാക്ഷനും ആക്സസും അമ്യൂണിറ്റീസും ആൻസിലറി സർവീസും ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദാറ്റ്സ് വൈ ട്രാവൽ ഏജൻസി ആർ നോൺ ആസ് ദ ഇമേജ് ബിൽഡർ ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ഇമേജ് ബിൽഡർ എന്നാണ് നമ്മൾ എന്തിനെ അറിയപ്പെടുന്നത്? ട്രാവൽ ഏജൻസിയെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ ടൂറിസത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. ട്രാവൽ ഏജൻസി ഈസ് ദ ഇമേജ് ബിൽഡർ ഓഫ് എ കൺട്രി. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ട്രാവൽ ഏജൻസിയാണ് ആ രാജ്യത്തിൻ്റെ ഇമേജ് ബിൽഡർ എന്നറിയപ്പെടുന്നത്. അപ്പം എത്രത്തോളം നല്ലൊരു ട്രാവൽ ഏജൻസി ഉണ്ടോ അത്രത്തോളം ഇമേജ് നമ്മുടെ രാജ്യത്തിനുണ്ടാകും. കാരണം പല ഫോറിനേഴ്സുമാണ് നമ്മുടെ രാജ്യത്തോട്ട് ടൂറിസത്തിന് വരുന്നത്. അപ്പോൾ ഒരു നല്ല ട്രാവൽ ഏജൻസി ഇല്ലെങ്കിൽ എന്തായിരിക്കില്ല, അവർക്ക് നല്ല രീതിയിൽ സർവീസ് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഒരു നല്ല രീതിയിലുള്ള ട്രാവൽ ഏജൻസി എന്തൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്? ട്രാവൽ ട്രേഡ്, അതുപോലെ തന്നെ ട്രാവൽ ഡോക്യുമെൻറ്റ്സ്, വിസ ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ്, അക്കോമഡേഷൻ, എൻ്റർടൈൻമെൻറ്റ്, ഇതെല്ലാം, ട്രാവൽ ഇൻഷുറൻസ്, ഫോറിൻ കറൻസി ഫോർ ദ ട്രാവലിംഗ് പബ്ലിക്, ഇതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എ ട്രാവൽ ഏജൻസി മേ എയ്തർ ബി വൺ ഓഫ് ദ ചെയിൻ ഓഫ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഓർ എ സിംഗിൾ ഓപ്പറേഷൻ. ഒന്നുകിൽ ട്രാവൽ ഏജൻസി ഈ ഹോൾസെയിൽ ട്രാവൽ ഏജൻസിയുടെ ഒരു സിംഗിൾ ഔട്ട്ലെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടോ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ലാർജർ ഏജൻസികളാണെങ്കിൽ ആ ലാർജർ ഏജൻസികളെ സബ് ഡിവൈഡ് ചെയ്ത് ഡിഫറെൻറ്റ് ഡിവിഷനാക്കി കാണുമായിരിക്കും. അല്ലെങ്കിൽ സ്മോളർ ഒരു ഏജൻസി ആണെങ്കിൽ, ഇപ്പം ഇന്ത്യയിൽ മൊത്തത്തിലൊരു ട്രാവൽ ഏജൻസി ആണെങ്കിൽ അതിൻ്റെ ഹെഡ് ഓഫീസ് ഒരിടത്തായിരിക്കും, അതിൻ്റെ ബ്രാഞ്ചസ് പലയിടത്ത് കാണും. ആ ബ്രാഞ്ചസിനെയാണ് നമ്മൾ റീറ്റെയിൽ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ഒരു കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു ട്രാവൽ ഏജൻസി ആണെങ്കിൽ അത് സിംഗിൾ ഓപ്പറേഷനാണ്, അവർ മാത്രമായിരിക്കും അത് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഒരു വലിയൊരു ട്രാവൽ ഏജൻസി ആണെങ്കിൽ അത് ഡിഫറെൻറ്റ് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അതായത് ഒന്നെന്ന് പറയുന്നത് എന്താണ്? കൗണ്ടർ സർവീസ്, പിന്നെ അതുപോലെ തന്നെ ബിസിനസ് ട്രാവൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് അറേഞ്ച് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ. എന്ത് ബിസിനസ് ട്രാവൽ എന്ന് പറഞ്ഞാൽ ചില ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യും? ബിസിനസ് ട്രാവൽ മാത്രമായിരിക്കും, അതായത് ബിസിനസ്സിൻ്റെ മീറ്റിംഗ്, കോൺഫറൻസ്, കൺവെൻഷൻസ് അത് മാത്രം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ട്രാവൽ ഏജൻസികളുണ്ട്. അതിനെയാണ് നമ്മൾ ബിസിനസ് ട്രാവൽ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാത്രം അല്ലെങ്കിൽ ഫോറിനേഴ്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ട്രാവൽ ഏജൻസികളുണ്ടാവും. അവരെ നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയും, ഫോറിൻ എക്സ്ചേഞ്ച് ട്രാവൽ ഏജൻറ്റ്. അതായത് വലിയൊരു ട്രാവൽ ഏജൻറ്റിൻ്റെ പല സബ് ഡിവിഷനാണ് ഈ നമ്മൾ ഈ പറഞ്ഞ കൗണ്ടർ സർവീസ് ആയാലും ബിസിനസ് ട്രാവലർ ആയാലും ഫോറിൻ എക്സ്ചേഞ്ച് ആയാലും. ഓക്കെ, അപ്പോൾ ഈ ട്രാവൽ ഏജൻസിയിൽ എന്തൊക്കെയായിരിക്കും സർവീസ് നടക്കുന്നത് നോക്കിക്കേ. ട്രാവൽ ഏജൻസി സെയിൽസ് ക്ലർക്ക് ടേക്ക് ബുക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് ടൂർ ഓപ്പറേറ്റർ, സെൽ ടിക്കറ്റ് ഫോർ ട്രാവൽ, അതുപോലെ തന്നെ ടേക്ക് പേയ്മെൻറ്റ് ഇൻ ദ പബ്ലിക് ആൻഡ് ഗീവ് അഡ്വൈസ്, ടൈപ്പ് ഓഫ് ഹോളിഡേ, മെത്തേഡ് ഓഫ് ട്രാവൽ, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഓർഗനൈസേഷൻ ഇൻ ദ ടൂറിസം ഇൻഡസ്ട്രി. ടൂറിസം ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏജൻസിയാണ് ഏതെന്ന് പറയുന്നത്? ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. ആ ട്രാവൽ ഏജൻസി എന്തൊക്കെ ചെയ്യുന്നു? ഒരു
ടൂറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ടൂറ് എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അത് പ്രൊമോട്ട് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, അതെല്ലാം ചെയ്യുന്നത് ഒരു ട്രാവൽ ഏജൻസിയാണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദ ഇമേജ് ബിൽഡർ ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ഇമേജ് ബിൽഡർ എന്നാണ് നമ്മൾ എന്തിനെ അറിയപ്പെടുന്നത്, ട്രാവൽ ഏജൻസി അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രാവൽ ഏജൻസിയിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാവൽ ഏജൻസി ഉണ്ടാവും. സിംഗിൾ ഔട്ട്ലെറ്റുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഹെഡ് ഓഫീസ് വലിയൊരു ബിസിനസ്സിൻ്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ നോക്കിക്കേ, ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ട്രാവൽ ഏജൻസി ബിസിനസ് ആർ, ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്, ആൻ ഇമ്പോർട്ടൻറ്റ് ലിങ്ക് ബിറ്റ്വീൻ ദ ക്ലയൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ സപ്ലയേഴ്സ്. ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, ടൂറിസ്റ്റുകളാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ടൂറിസം പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഇവർ തമ്മിലുള്ളൊരു കണക്റ്റിംഗ് ലിങ്കാണ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമേജ് ബിൽഡർ. നമ്മൾ പറഞ്ഞു ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക, അതാണ് അത് ട്രാവൽ ഏജൻസി ചെയ്യുന്നത്. എൻഷുർ റാപ്പിഡ് ട്രാവൽ സർവീസ്, അതായത് പെട്ടെന്നുള്ള ട്രാവൽ സർവീസുകൾ ഉറപ്പുവരുത്തുക. പ്രൊവൈഡ് ഓഫ് ആതൻറ്റിക് ആൻഡ് റിലയബിൾ ട്രാവൽ ഇൻഫർമേഷൻ, ശരിയായതും വിശ്വാസയോഗ്യമായിട്ടുള്ള ട്രാവൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. എ സോഷ്യൽ ആൻഡ് കണ്ടിന്യൂസ് പർപ്പസ്, അതെന്ന് വെച്ചാൽ എന്താണ്, എപ്പോഴും തുടർച്ചയായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ളൊരു പ്രോസസ്സാണ് അല്ലേ ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞാൽ. എപ്പോഴും ഉണ്ടൊരു ആവശ്യകതയുള്ളൊരു ഏജൻസിയാണ്. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ക്ലയൻറ്റ് ആൻഡ് വെൻഡേഴ്സ്, ക്ലയൻറ്റും വെൻഡേഴ്സും. ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ടൂറിസ്റ്റാണ്, വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, പ്രിൻസിപ്പൽ സപ്ലയേഴ്സാണ്. അപ്പോൾ ഈ ക്ലയൻറ്റും പ്രിൻസിപ്പൽ സപ്ലയേഴ്സും അല്ലെങ്കിൽ വെൻഡേഴ്സും തമ്മിലൊരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്ന ആരാണ്, ഈ ട്രാവൽ ഏജൻസിയാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ട്രാവൽ ഏജൻസി. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈപ്പ് ഓഫ് ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ട്രാവൽ ഏജൻസി. മെയിനായിട്ട് 2 തരത്തിലുള്ള ട്രാവൽ ഏജൻസിയാണുള്ളത്. ഫസ്റ്റ് വൺ റീറ്റെയിൽ ട്രാവൽ ഏജൻസിയും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹോൾസെയിൽ ട്രാവൽ ഏജൻസിയും. 2 തരത്തിലുള്ള ട്രാവൽ ഏജൻസിയാണ് മെയിനായിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് റീറ്റെയിൽ ട്രാവൽ ഏജൻസിയും, രണ്ടെന്ന് പറയുന്നത് എന്താണ്, ഹോൾസെയിൽ ട്രാവൽ ഏജൻസിയും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഈ റീറ്റെയിൽ ട്രാവൽ ഏജൻസി? ഈ റീറ്റെയിൽ ട്രാവൽ ഏജൻസി സെൽസ് ടൂറിസം പ്രോഡക്റ്റ് ഡയറക്ട്ലി ടു ദ പബ്ലിക് ഓൺ ദ ബിഹാഫ് ഓഫ് ദ പ്രോഡക്റ്റ് സപ്ലയേഴ്സ് ആൻഡ് ഇൻ റിട്ടേൺ ഗെറ്റ് കമ്മീഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ റീറ്റെയിൽ ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞാൽ ടൂറിസം പ്രോഡക്റ്റുകൾ ഡയറക്റ്റായിട്ട് സെല്ല് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റീറ്റെയിൽ ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. അപ്പം റീറ്റെയിൽ ട്രാവൽ ഏജൻസി സെൽസ് ടൂറിസം പ്രോഡക്റ്റ് ഡയറക്ട്ലി ടു ദ പബ്ലിക്, അതായത് പബ്ലിക്കിന് നേരിട്ട് ടൂറിസം പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ഏജൻസികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റീറ്റെയിൽ ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. എന്നിട്ട് അവർക്ക് എന്ത് കിട്ടും, അതിൻ്റെ ബേസിൽ അവർക്ക് കമ്മീഷൻ കിട്ടും. അതായത് പ്രിൻസിപ്പൽ വെൻഡേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ ട്രാവൽ ഏജൻസിയിൽ നിന്ന് ടൂറിസം പ്രോഡക്റ്റ് ഇവർ മേടിച്ചിട്ട് ഇവർ നേരിട്ട് ആർക്ക് കൊടുക്കും, പബ്ലിക്കിന് കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റീറ്റെയിൽ ട്രാവൽ ഏജൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ബേസിൽ എന്ത് കിട്ടും, കമ്മീഷൻ കിട്ടും. സം പാക്കേജ് ടൂർ ആർ സോൾഡ് ഇൻ 2 ways. സം പാക്കേജ് ടൂർ 2 രീതിയിൽ വിൽക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് കമ്മീഷൻ ബേസിസും, രണ്ടെന്ന് പറയുന്നത് മാർക്കപ്പ് പ്രൈസും. കമ്മീഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾസെയിൽ ഏജൻറ്റിൽ നിന്ന് മേടിച്ചിട്ട് ജസ്റ്റ് ഒരു കമ്മീഷൻ മാത്രം ഈടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളത് സെല്ല് ചെയ്യുന്നു. മാർക്കപ്പ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വെൻ എ ട്രാവൽ ഏജൻസി സെൽ ടൂർ പാക്കേജ് ഓൺ മാർക്ക്ഡ് അപ്പ് പ്രൈസ്, ഇറ്റ് മീൻസ് ദാറ്റ് ഫസ്റ്റ് ഇറ്റ് മാർക്കപ്പ് ദ കോസ്റ്റ് ഓഫ് ടൂർ ആൻഡ് ദെൻ സെൽ ഇറ്റ് അറ്റ് ഹയർ റേറ്റ്. അതായത് ഒരു കോസ്റ്റ് അവരെല്ലാം കൂടെ കൂട്ടും. ഏകദേശം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടൂറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 50,000 രൂപയാണെങ്കിൽ ആ കോസ്റ്റിൻ്റെ കൂടെ ഒരു ഹയർ റേറ്റ് കൂടെ കൂട്ടിയിട്ട് അവരെന്ത് ചെയ്യും, വിൽക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർക്ക്ഡ് അപ്പ് പ്രൈസ് എന്ന് പറയുന്നത്. The markup price is the difference between retail price and wholesale cost. റീറ്റെയിൽ പ്രൈസും ഹോൾസെയിൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ന് പറയുന്നത് മാർക്ക്ഡ് അപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഒരു വലിയൊരു ട്രാവൽ ഏജൻസി ഉണ്ട്. ആ ട്രാവൽ ഏജൻസിയിൽ നിന്നും ഏതെങ്കിലും ഒരു റീറ്റെയിൽ ട്രാവൽ ഏജൻറ്റ് ഒരു ടൂർ പാക്കേജ് ഒരു 50,000 രൂപയ്ക്ക് മേടിക്കുവാണ്. ഓക്കെ, അപ്പോൾ 50,000 രൂപയ്ക്ക് ഈ ടൂർ പാക്കേജ് റീറ്റെയിൽ ട്രാവൽ ഏജൻസി മേടിച്ചു. അവരത് പബ്ലിക്കിന് കൊടുക്കുന്നത് 75,000 അല്ലെങ്കിൽ 80,000 രൂപയ്ക്കായിരിക്കും. അപ്പോൾ ഈ 50,000 അല്ലെങ്കിൽ ഈ 75,000 തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഈ 25,000 നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർക്കപ്പ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ 25,000 അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഹോൾസെയിൽ പ്രൈസും റീറ്റെയിൽ പ്രൈസും തമ്മിലുള്ള വ്യത്യാസം. ഹോൾസെയിൽ പ്രൈസ് അവർക്ക് കിട്ടുന്നത് 50,000, അവർ വിൽക്കുന്നത് 75,000-നായിരിക്കും. ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർക്ക്ഡ് അപ്പ് പ്രൈസ് എന്ന് പറയുന്നത്. കമ്മീഷൻ ബേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പോൾ 50,000 രൂപയ്ക്ക് ഇവർ ഹോൾസെയിലുകാരിൽ നിന്ന് റീറ്റെയിലുകാർ എന്ത് ചെയ്യും, ടൂറിസം പ്രോഡക്റ്റുകൾ എടുക്കും. എന്നിട്ട് അതിൻ്റെ സെർട്ടൈൻ പെർസെൻറ്റേജ് കമ്മീഷൻ ആർക്ക് കൊടുക്കും, ഈ റീറ്റെയിൽ ട്രാവൽ ഏജൻസിന് കൊടുക്കും. മനസ്സിലായല്ലോ? അപ്പോൾ 2 രീതിയിൽ ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ റീറ്റെയിൽ ട്രാവൽ ഏജൻസിക്ക് പ്രോഡക്റ്റുകൾ വിൽക്കാം. ഒന്നെന്ന് പറയുന്നത്
പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് കമ്മീഷൻ, രണ്ടെന്ന് പറയുന്നത് എന്താണ് ഓൺ ദ ബേസിസ് ഓഫ് മാർക്കപ്പ് പ്രൈസ്. ഓക്കെ. A retail travel agency is defined as a business that perform the following functions. ഈ റീറ്റെയിൽ ട്രാവൽ ഏജൻസിയെ നമുക്ക് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. ഒന്നെന്ന് പറഞ്ഞാൽ അവരുടെ ഫംഗ്ഷൻ ബേസിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഒന്ന് കോട്ട് ഫെയർസ് ആൻഡ് റേറ്റ്, അതായത് ഫെയർസും റേറ്റ്, അതായത് റേറ്റുകൾ ഫിക്സ് ചെയ്യുക, മേക്ക് റിസർവേഷൻ, അറേഞ്ച് ട്രാവൽ ടിക്കറ്റ് ആൻഡ് അക്കോമഡേഷൻ, അറേഞ്ച് ട്രാവൽ ഇൻഷുറൻസ്, ഫോറിൻ കറൻസി, ഡോക്യുമെൻ്റ് ആൻഡ് അക്സെപ്റ്റ് പേയ്മെൻറ്റ്. അങ്ങനെ ഇതെല്ലാം എന്ത് ചെയ്യുകയാണ്, അറേഞ്ച് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റീറ്റെയിൽ ട്രാവൽ ഏജൻറ്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ദ മെയിൻ സോഴ്സസ് ഓഫ് റവന്യൂ ഫോർ എ റീറ്റെയിൽ ട്രാവൽ ഏജൻസി ഈസ് ദ കമ്മീഷൻ റിസീവ്ഡ് ഫ്രം ദ വെൻഡേഴ്സ്. മെയിൻ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്മീഷൻ റിസീവ്ഡ് ഫ്രം വെൻഡേഴ്സ്. വെൻഡേഴ്സിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനാണ് ഇവരുടെ മെയിൻ സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ റീറ്റെയിൽ ട്രാവൽ ഏജൻസീസ് റിസീവ് 95% ഓഫ് ദെയർ റവന്യൂ ഫ്രം കമ്മീഷൻ ആൻഡ് ദ റിമൈനിങ് 5% ഫ്രം കൺസൾട്ടൻസി സർവീസ്. ഇന്ത്യയിലെ ട്രാവൽ ഏജൻസികളെല്ലാം അവർക്ക് കമ്മീഷൻ ബേസാണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റവന്യൂ എന്ന് പറയുന്നത്. 95% റവന്യൂവും കമ്മീഷനാണ്. ബാക്കി 5% എന്ന് പറഞ്ഞാൽ കൺസൾട്ടൻസി സർവീസ്, അതായത് എന്തെങ്കിലും അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പാസ്പോർട്ട് ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആണ് 5% കമ്മീഷൻ. ബാക്കി 95% കമ്മീഷനും അവർക്ക് കിട്ടുന്നത് ഏതാണ്, കമ്മീഷൻ്റെ അല്ലെങ്കിൽ 95% റവന്യൂവും അവർക്ക് കമ്മീഷനിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്, ഹോൾസെയിൽ ട്രാവൽ ഏജൻസി. ഹോൾസെയിൽ ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദീസ് ഓർഗനൈസേഷൻസ് ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ഓർഗനൈസിങ് പാക്കേജ് ടൂർ വിച്ച് ആർ മാർക്കറ്റഡ് ടു ദ കസ്റ്റമേഴ്സ് ഓർ ടൂറിസ്റ്റ് ത്രൂ ദ നെറ്റ്വർക്ക് ഓഫ് എ റീറ്റെയിൽ ട്രാവൽ ഏജൻസി ഓർ ഡയറക്ട്ലി ടു ദ പ്രോസ്പെക്റ്റീവ് ക്ലയൻസ്. അതായത് പ്രോസ്പെക്റ്റീവ് ക്ലയൻസിന്, അതായത് ടൂറിസ്റ്റിന് നേരിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഹോൾസെയിലായിട്ട് അവർ നേരിട്ട് പബ്ലിക്കിന് എന്ത് പ്രൊവൈഡ് ചെയ്യും, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹോൾസെയിൽ ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ഹോൾസെയിൽ ട്രാവൽ ഏജൻസി ചിലപ്പം റീറ്റെയിൽ ട്രാവൽ ഏജൻസി വഴിയും എന്ത് ചെയ്യും, സർവീസ് പ്രൊവൈഡ് ചെയ്യും. അതെന്തെന്ന് വെച്ചാൽ ചില ഹോൾസെയിൽ ട്രാവൽ ഏജൻസിക്ക് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ കാണും. അങ്ങനെയാണെങ്കിൽ അവർ ഏത് വഴിയായിരിക്കും വിൽക്കുന്നത്, റീറ്റെയിൽ ട്രാവൽ ഏജൻസി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡൽഹിയിൽ ഒരു നല്ലൊരു ട്രാവൽ ഏജൻസി ഉണ്ടെങ്കിൽ അവർക്ക് ബ്രാഞ്ചസ് പലയിടത്തും കാണും. ഓക്കെ. ആ പലയിടത്തും അവർ റീറ്റെയിൽ ട്രാവൽ ഏജൻറ്റ് വഴിയായിരിക്കും വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിലും അവർ നേരിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അവിടെ കമ്മീഷനോ അല്ലെങ്കിൽ മാർക്കപ്പ് പ്രൈസോ ഒന്നുമില്ല. മനസ്സിലായല്ലോ. അപ്പോൾ ഹോൾസെയിൽ ട്രാവൽ ഏജൻസി പർച്ചേസസ് ടൂറിസം പ്രോഡക്റ്റ് കമ്പോണൻറ്റ് ഇൻ ബൾക്ക് ആൻഡ് ഡിസൈൻസ് പാക്കേജ് ടൂർ. ഇവർ ബൾക്കായിട്ടാണ് മേടിക്കുന്നത്. ഇപ്പോൾ ടൂറിസം പാക്കേജുകളെ ബൾക്കായിട്ട് മേടിച്ചിട്ട് അത് നേരിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കും. ഓക്കെ. സംടൈംസ് എ ഹോൾസെയിൽ ട്രാവൽ ഏജൻസി ബൈ ട്രാവൽ കമ്പോണൻറ്റ് ഫ്രം എ വെൻഡർ ഇൻ ബൾക്ക് ആൻഡ് റീസെൽ ദം ടു അനദർ ട്രാവൽ ബിസിനസ് ഓർഗനൈസേഷൻ. ചില സമയങ്ങളിൽ ഈ ഹോൾസെയിൽ ട്രാവൽ ഏജൻസി ബൾക്കായിട്ട്, അതായത് ഒരുപാട് ടൂറിസം പ്രോഡക്റ്റുകൾ ഒരുമിച്ച് മേടിച്ചിട്ട് മറ്റുള്ള ടൂറിസം ട്രാവൽ ഓർഗനൈസേഷന് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് മെയിനായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഒരു ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ട്രാവൽ ഏജൻസി രണ്ട് തരത്തിലുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ട്രാവൽ ഏജൻസിയും, രണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, ഹോൾസെയിൽ ട്രാവൽ ഏജൻസിയും. റീറ്റെയിൽ ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ടൂറിസം പ്രോഡക്റ്റുകൾ നേരിട്ട് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നേരിട്ട് ടൂറിസ്റ്റിന് ക്ലയൻറ്റിന് കൊടുക്കുന്ന കമ്പനികളെയാണ് നമ്മൾ റീറ്റെയിൽ ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. ഹോൾസെയിൽ ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവർ പിന്നെ ഹോൾസെയിൽ ട്രാവൽ ഏജൻസി വെച്ചാൽ ബൾക്കായിട്ട് മേടിച്ചതിന് ശേഷം അവർ കസ്റ്റമേഴ്സിന് വിൽക്കും. ഓക്കെ. അവർ അല്ലെങ്കിൽ ബൾക്കായിട്ട് മേടിച്ചതിന് ശേഷം റീറ്റെയിൽ ഏജൻസിക്കോ അല്ലെങ്കിൽ നേരിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹോൾസെയിൽ ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. ഓക്കെ.